ഹായ്. അപ്പോൾ ദേ നമുക്കിന്ന് കറി ബീൻസ്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്. എൻ്റെ പേര് വരെയൊക്കെ മറന്നുപോയി, വീഡിയോ എടുക്കാതിരുന്നിരുന്നേ. കുറച്ച് നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. പച്ചക്കറികളുടെ പേര് വരെ മറന്നുപോയി കേട്ടോ. അപ്പം എന്തായാലും ക്യാരറ്റും ബീൻസും ഉരുളൻകിഴങ്ങും കൂടെ മിക്സഡ് വെജിറ്റബിൾസ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. മെഴുക്ക് വരട്ടി നല്ല ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാരണം ഒലിവ് ഓയിൽ തീർന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ ആക്കി നിർത്തുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഇങ്ങനത്തെ കുപ്പികളിൽ കിട്ടും. 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അധികം ഒന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ പ്രായത്തിനനുസരിച്ച് വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ. നമുക്കൊരു 20 വയസ്സാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. 30 വയസ്സാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ഒഴിക്കാം. 40 ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ഒഴിക്കാം. 60 ആണെങ്കിൽ ഒട്ടും ഒഴിക്കാതിരിക്കണതാണ് നല്ലത്. കടുക്, സോറി, വർത്താനം പറഞ്ഞാലേ കോൺസെൻട്രേഷൻ ഒക്കെ പോവും. ഇതാ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതെന്താണ് നമ്മുടെ കല്യാണത്തിന് പൂവതറൂല്ലേ, അതുപോലെ. ഉള്ളി അരിയട്ടെ. കടുക് പൊട്ടി. ഉള്ളി അരിഞ്ഞെടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ അരിയിടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ വെള്ളമൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ട് എണ്ണ തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി അരിഞ്ഞ് വെക്കുക. പിന്നെ സ്ഥിര ശീലമുള്ളവർക്കത് കുഴപ്പമില്ല. ഇലപ്പൊടി, മുളക് പൊടി ഇട്ടു. സ്പൂൺ പോരെ, ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. ഇളക്ക സ്പൂൺ എടുക്കാൻ പറഞ്ഞു. കുറച്ച് വെക്കാം. ഇളക്ക നല്ല പൊടി അരിഞ്ഞു. ഇതാ നെക്സ്റ്റ്. ഓക്കെ, മുളക് പൊടി ഒരു കുത്ത. മാസ്കൊക്കെ വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ കറി വെക്കാം. അതാ ഇതൊക്കെ ഇട്ട് കൊടുത്തു. പാത്രത്തിൽ നിന്ന് ചൂടുകൊണ്ട് ചാടിപ്പോവാ. ഉപ്പ് നല്ലവണ്ണം മിക്സ്. കണ്ണിലും മൂക്കിലും കഴിഞ്ഞ് മൂടി വെക്കാം. ഇതാ മൂടി വെക്കും. പച്ചക്കറി അരിഞ്ഞു വെച്ചാൽ ഇത്രയും നേരത്തെ പണിയുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് ആവിയേറി വെന്ത് വരുമ്പോഴത്തേക്കും വരാം. അപ്പം ഇതാ നമുക്ക് കറി നോക്കാം. നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കലൊരു പണിയായി. ഈ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഈ മുളകിൻ്റെ കുത്തലേ ഒരു വലിയ പണിയാണ്. അതുകൊണ്ട് ഒരു തവണയൊക്കെ ഇളക്കാൻ പറ്റുള്ളൂ. നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അതാണ്ടാ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീൻസ്, അതായത് മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടി റെഡി. വലിയ കഷ്ണമായിട്ടാണ് ഞാൻ സാധാരണ ഇടാറ് കേട്ടോ. പക്ഷെ ഇന്നിപ്പം ഞാൻ ചെറുതാക്കി അങ്ങോട്ട് ഇട്ട്. കാരണം ബീൻസ് ചെറുതായിട്ട് ഇടുന്നതാണ് അതിനൊരു രുചി വരിക. അപ്പം അങ്ങനെ ഇട്ട്. അപ്പോൾ അതാ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി റെഡിയായി. മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ബീൻസ് മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടി, മീൻകറിയും പപ്പടം പൊരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.